വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഷൈ സിമ്പിൾ കിച്ചണിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. അപ്പം നമ്മുടെ അടുത്ത ഒരു വ്ളോഗായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. ഇന്ന് മോള് വന്നൊരു ദിവസമാണ്. അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നേരെ ശരവണ ഭവനിലാണ് എത്തിയത്. ഞാൻ കുറച്ച് ദിവസം കൊണ്ട് വിചാരിക്കുന്നു ശരവണ ഭവനിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്ന്. ആദ്യം ഒരു കോഫി മേടിച്ചു. ഫസ്റ്റ് കോഫി കുടിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെ ഒരു അടിപൊളി കോഫി മേടിച്ചു. ഇവരുടെ കോഫി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഒരു ഫിൽറ്റർ കോഫി. അപ്പം അതൊക്കെ കുടിച്ച് സെറ്റ് ആകുമ്പോഴത്തേക്കിന് ഒരു ഫുഡും കൊണ്ട് വരും. അപ്പോൾ അങ്ങനെ കോഫിയൊക്കെ കുടിച്ചു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. കാരണം മോള് ആക്ച്വലി നിങ്ങളെൻ്റെ കഴിഞ്ഞൊരു വ്ളോഗിൽ കണ്ടു കാണും, മോളും മോനും വന്നിട്ട് തിരിച്ചു പോയി എന്നുള്ളത്. പക്ഷെ അവർ വീണ്ടും വന്നു. മോള് മാത്രം വന്നു. കാരണം ഞങ്ങളുടെ പള്ളിയിലൊരു ഫാമിലി ഡേയുടെ ഒരു സർവീസ് ഉണ്ടായിരുന്നു, അതിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മോള് വന്നതാണ്. ഫാമിലി ഡേ എന്ന് പറയുമ്പം ആരെങ്കിലും ഒരാളെങ്കിലും മക്കളിൽ ആരെങ്കിലും ഒരാളെങ്കിലും കൂടെ വേണമല്ലോ എന്നുള്ള ആഗ്രഹത്തിൽ മോക്ക് വെള്ളി ശനി ഞായറും അവധി കിട്ടിയപ്പം മോൾ ഓടി വന്നതാണ്. അപ്പം ഞങ്ങൾക്ക് വെള്ളി ശനി ഞായറുമാണ് പള്ളിയിൽ സർവീസ് ഉള്ളത്. അപ്പോൾ അത് ഏതെങ്കിലും ഒരു ദിവസം ഞങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെ വന്നതാണ്. ആരെങ്കിലും ഒരാൾ കൂടെ വേണമെന്നുള്ള മാൻഡറ്ററി ഒന്നുമല്ല കേട്ടോ, നമ്മുടെ ആഗ്രഹം കൊണ്ട്. അങ്ങനെ ആദ്യം ഞങ്ങൾ ഓർഡർ ചെയ്തത് വന്നു, വട ഡിപ്പ് സാമ്പാർ, ഒരു ഡിപ്പാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ റീച്ചനത് കട്ട് ചെയ്തിട്ട് കഴിക്കുകയാണ്. ഇവർക്കും, അതായത് റീച്ചാനും മോക്കും ഭയങ്കര ഇഷ്ടമാണ് വട ഡിപ്പ് സാമ്പാർ. അത് കഴിഞ്ഞിട്ട് ഞാനൊരു മിനി ബ്രേക്ക്ഫാസ്റ്റാണ് പറഞ്ഞത്. അതായത് ഒരു മസാല ദോശ, ഒരു പൊങ്കൽ, പിന്നെ ഒരു മിനി ഇഡലി, പിന്നെ ഒരു കേസരി. ആക്ച്വലി ഒരു കേസരി കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മിനി ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ കേസരി. മോക്ക് റീച്ചാൻ കൊടുക്കുകയാണ്. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല ഈ വട ഡിപ്പ് സാമ്പാർ, എനിക്ക് വലിയ താല്പര്യമില്ല. ഇതെന്ന് പറയുന്നൊരു മൈസൂർ മസാല ദോശയായിരുന്നേ. സൂപ്പറായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആദ്യത്തെ ഒരു വാ കഴിച്ചപ്പോൾ എനിക്ക് അത്രയും തോന്നിയില്ല. രണ്ടാമത്തെ വാ കഴിച്ചപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പം അങ്ങനെ മോള് വന്നതിൻ്റെ ഒരു വലിയ സന്തോഷത്തിൽ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാമെന്ന് വെച്ചിട്ട് മോള് പൂരി ബാജി ആയിരുന്നു പറഞ്ഞത്. അപ്പം ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എടുത്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മസാല ദോശയൊക്കെ കുറേ ദിവസത്തിന് ശേഷം കഴിക്കുന്നതായത് കൊണ്ടാണെന്ന് തോന്നുന്നു, നല്ല രുചി ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് അടിപൊളിയായി. അപ്പോൾ അങ്ങനെ മുറിച്ച് കഴിക്കുകയാണ്. വല്ലപ്പോഴൊക്കെ പുറത്തുനിന്നൊക്കെ കഴിക്കുന്നത് നല്ല, ഇടയ്ക്കൊക്കെ വല്ലപ്പോഴൊക്കെ കേട്ടോ, ഒരു ടേസ്റ്റാണ്. ആഹാ, ഇതിപ്പം വോയിസ് ഓവർ കൊടുത്തിത് കാണുമ്പോൾ തന്നെ എനിക്ക് കൊതിയാവുന്നു സത്യം പറഞ്ഞാൽ. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു, ഒന്നും പറയാനില്ലായിരുന്നേ, അടിപൊളിയായിരുന്നു. പിന്നെ സാമ്പാർ ഉണ്ടായിരുന്നു, 2 തരം ചട്നി ഉണ്ടായിരുന്നു, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. മിനി ഇഡ്ഡലി നല്ല രസമായിരുന്നു, കുഞ്ഞു ഇഡ്ഡലി ബട്ടൺസ് പോലത്തെ. അപ്പോൾ റീച്ചാൻ എന്നോട് കുറേ നേരം കൊണ്ട് പറയുക ഈ മൈസൂർ മസാല ദോശ ഒന്ന് കഴിച്ചു നോക്കാന്ന്. അപ്പം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് റീച്ചാൻ ഇച്ചിരി ഒന്ന് ടേസ്റ്റ് ചെയ്യും, എല്ലാ ഫുഡിൻ്റെ ഇച്ചിരി ടേസ്റ്റ് ചെയ്യുന്ന പിന്നെ റീച്ചാൻ തന്നെ അതെല്ലാം ഏതാണ്ട് പറഞ്ഞു. അപ്പം എന്തോ ഒരു ഡയലോഗ് പറഞ്ഞ് എനിക്ക് ചിരി സഹിക്കാമെന്ന്. എനിക്ക് ചിരി വന്നാൽ അറിയത്തില്ല, കക്കക്കാന്നങ്ങ് കിടന്ന് ചിരിക്കും. അപ്പോൾ ഞാൻ കഴിച്ച് റീച്ചാൻ തന്നെ എൻ്റെ വായിലോട്ട് വെച്ച് ഇച്ചിരി കഴിച്ച് നോക്ക്, എന്ത് വന്നാലും വേണ്ട എന്ന് പറയാതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് ഫുഡെല്ലാം കഴിച്ച് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങുകയാണ് സുഹൃത്തുക്കളെ, ഞങ്ങൾ ഇറങ്ങുകയാണ്. അങ്ങനെ ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോയി. മോള് വന്നതല്ലേ, ഉച്ചക്കത്തേക്കിന് എല്ലാം ഫുഡ് ഉണ്ടാക്കണം. ഇവർക്ക് പ്രോൺസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് രണ്ടുപേർക്കും. അപ്പം ഞാൻ വെച്ച് പ്രോൺസിൻ്റെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവരൊക്കെ ചപ്പാത്തിക്കാരാണ്, ഞാൻ മാത്രമേ ചോറ് കഴിക്കാറുള്ളൂ. ചപ്പാത്തിക്കാരാണ്. അപ്പം ചപ്പാത്തിക്ക് പറ്റിയൊരു കറി ഉണ്ടാക്കണമെന്നിങ്ങനെ മനസ്സിലിങ്ങനെ, നമ്മൾ അമ്മമാർക്കാണെങ്കിലും രാവിലെ കഴിയുന്ന ഉടനെ ഉച്ചയ്ക്ക് എന്താണ് ഉണ്ടാക്കേണ്ടത്, ഉച്ചയ്ക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു ഇതാണല്ലോ നമുക്കെപ്പോഴും. അപ്പം പോകുന്ന വഴിക്ക് ഇങ്ങനെ ആലോചിക്കും ഉച്ചയ്ക്ക് എന്താ, ഫ്രിഡ്ജിൽ എന്തിരിപ്പുണ്ടെന്നൊക്കെ ആലോചിച്ചിങ്ങനെ പോയിട്ട് വീട്ടിലേക്ക് മടങ്ങിയാണ് തിരിച്ച്. അങ്ങനെ പോയ വഴിക്കാണ് ഞങ്ങളുടെ അപ്പുറത്തോടെ ഒരു പിങ്ക് FJ ക്രൂസർ പോകുന്നത് കേട്ടോ. അവർ റീച്ച പറയുമ്പോൾ എന്തോ കളറാന്നൊക്കെ പറയുമായിരുന്നേ. അവർക്കൊന്നും ഇത്രയും വലിയ കളറൊന്നും ഇഷ്ടമല്ല. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ കളറും പിന്നെ ഈ പച്ച കളർ കാറുണ്ടല്ലോ, നമ്മുടെ കണ്ണടിച്ചു പോകുന്ന പച്ച കളർ, അങ്ങനത്തെ കളറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. എൻ്റെ ആദ്യത്തെയൊക്കെ റെഡ് കാറായിരുന്നേ, എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടം. റീച്ചൻ എപ്പോൾ വണ്ടി എടുത്താലും ബ്ലാക്ക് വൈറ്റ് ബ്ലാക്ക് അങ്ങനെ എടുക്കത്തുള്ളൂ. അപ്പോൾ ഇത് പക്ഷേ ഒരു പിങ്ക് കളറായിരുന്നേ, ഒരു ഗിൽറ്റർ ഉണ്ടായിരുന്നു അതിനകത്ത്, നല്ല തിളക്കം പോലും. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അതൊക്കെ വിചാരിച്ചിങ്ങനെ പോവുകയാണ്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെ. ഇനിയും ചെന്നിട്ട് ഞാൻ അടുത്തൊരു
എന്താ പറയുന്ന ഒരു കറി ഉണ്ടാക്കുന്നത് നിങ്ങളെ കാണിക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളിയാണ് കേട്ടോ, സൂപ്പറാണ്, സൂപ്പർ കറിയാണത്. ഒരു പ്രോൺസ് ആണേ. അപ്പം ഞാൻ കാണിച്ചു തരാം. ഇന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് പ്രോൺസ് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ആക്ച്വലി ഞാൻ എൻ്റെ ഫ്രീസറിൽ നോക്കിയപ്പോൾ കുറച്ച് പ്രോൺസ് ഇരിപ്പുണ്ട്. ഞാൻ മീൻ മേടിച്ച സമയത്ത് കുറച്ച് പ്രോൺസ് മേടിച്ചു. ആ സമയം ഞാൻ നല്ലതായിട്ട് വൃത്തിയാക്കി കഴുകിയെടുത്ത് ഫ്രീസറിൽ വെച്ചിരുന്നതാണ്. അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് നോക്കിയപ്പോൾ പ്രോൺസ് കഴുകി റെഡിയാക്കി ഇരിപ്പുണ്ട്. അപ്പോൾ ഞാനിതെടുത്ത് ഇപ്പോൾ വൃത്തിയായിട്ട് ഒന്നുകൂടെ കഴുകി വെള്ളം പോയിട്ട് എടുത്ത് വെച്ചതാണ്. അതുപോലെ തന്നെ കുറച്ച് കൊച്ചുള്ളിയുണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞത്, പച്ചമുളക് 2 പിളർന്നത്, കറിവേപ്പില, ഒരു നാരങ്ങ. അപ്പം ഇത് 2 പിടിയുണ്ട്, 2 പിടി കൂടുതലുണ്ടാവും. ചെറുതായിട്ട് അരിഞ്ഞത്. സവാള ചേർത്ത് വെക്കാം നമുക്ക്, പക്ഷേ സവാളയെക്കാളും ടേസ്റ്റ് കൊച്ചുള്ളിയാണ്. അപ്പം ഞാനിങ്ങനെ TV കണ്ടുകൊണ്ട് കൊച്ചുള്ളി പൊളിച്ചു. അതപ്പോൾ പൊളിച്ച് അറിഞ്ഞില്ല. അപ്പം ഈ പറഞ്ഞ പോലെ എപ്പോഴെങ്കിലുമൊക്കെ സമയം കിട്ടുമ്പം കൊച്ചുള്ളിയൊക്കെ ഞാൻ പൊളിച്ച് വെക്കാറുണ്ട്. അതുപോലെ തന്നെ എന്താണ് വെക്കേണ്ടതെന്ന് എനിക്ക് യാതൊരു ഐഡിയയും ഇല്ല. എനിക്ക് 1-2 കറി എൻ്റെ മനസ്സിലുണ്ട്, പക്ഷേ ഒരു കറി പ്രോൺസ് ഞാൻ ഓൾറെഡി വെച്ചതാണ്. ദാറ്റ് മീൻസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു പ്രോൺസ് കറി, കൊഞ്ച് കറി കിടപ്പുണ്ട്. അത് ഞാൻ തേങ്ങ അരച്ചിട്ടാണ് വെച്ചിരുന്നത്. അതിനകത്ത് ഞാൻ തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ടായിരുന്നു, അങ്ങനെ തേങ്ങയും അരച്ചായിരുന്നു. അപ്പോൾ ഇതെനിക്ക് താല്പര്യമുണ്ട് നമ്മുടെ സ്റ്റൂ വെക്കാൻ. അപ്പം ഞാൻ സ്റ്റൂ വെക്കാമെന്ന് വെച്ചു. ഞാൻ ചിക്കൻ സ്റ്റൂ വെച്ചിട്ടുണ്ട്, പൊട്ടറ്റോ സ്റ്റൂ വെച്ചിട്ടുണ്ട്, അങ്ങനെ സ്റ്റൂ ഒക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഞാൻ പ്രോൺസ് സ്റ്റൂ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ എനിക്ക് ഇന്ന് താല്പര്യമുണ്ട് പ്രോൺസ് സ്റ്റൂ ഉണ്ടാക്കാമെന്ന്. അപ്പം ഇതെങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കാം. ചപ്പാത്തിയുടെ കൂടെയൊക്കെ അടിപൊളി ടേസ്റ്റാണ്. ഇവിടെ കൂടുതലും എല്ലാവരും ചപ്പാത്തി കഴിക്കുന്നത്. ഞാൻ ചോറ് കഴിക്കും, പക്ഷേ പിള്ളേരും കഴിച്ചാലും ഒന്നും ചോറ് കഴിക്കില്ല, അവർക്ക് ചപ്പാത്തി വേണം. അപ്പോൾ ചപ്പാത്തിയുടെ കൂടി കറി നല്ലതാവും. നാരങ്ങ എന്ന് പറഞ്ഞാൽ നമുക്ക് തക്കാളി ചേർക്കാൻ, എൻ്റെ കഴിഞ്ഞ കറി ഞാൻ തക്കാളിയാണ് ചേർത്ത്, അതുകൊണ്ട് വെറൈറ്റിക്ക് വേണ്ടി ഞാനൊന്ന് മാറ്റി പിടിക്കാൻ നോക്കുവാണ് നാരങ്ങ. അപ്പോൾ ഈ നാരങ്ങ പിഴിഞ്ഞത് ചേർത്ത് എങ്ങനൊരു പ്രോൺസ് സ്റ്റൂ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കി ഇപ്പോൾ ചിക്കൻ്റെ പേരും അത്, ഒരു പ്രോൺസ് സ്റ്റൂ ഉണ്ടാക്കാം എന്ന് നമുക്ക് ആലോചിക്കാം. എൻ്റെ തലയ്ക്ക് അന്നേരം തോന്നുവാ പെട്ടെന്നൊരു തക്കാളി ചേർക്കണം തോന്നുകയാണെങ്കിൽ ഞാൻ തക്കാളി ചേർക്കും കേട്ടോ. അത് നമുക്ക് ആലോചിക്കാം. ചിലപ്പം പറയാൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് സഡനായിട്ട് തക്കാളി ആയിരിക്കും നല്ലതെന്ന് തോന്നും. അങ്ങനെ ചേർക്കുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എനിവേ തക്കാളി ഇരിപ്പുള്ളത് കൊണ്ട് എനിക്ക് ടെൻഷനൊന്നുമില്ല, അതായാലും ചേർക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കണ്ടേന്നേ. അപ്പം ഞാനൊരു ചട്ടി ചൂടാക്കാൻ അടുപ്പ് വെച്ചിട്ട് നമുക്ക് ഗ്യാസ് കത്തിച്ച് കൊടുക്കാം. ഗ്യാസ് കത്തി. അപ്പോൾ ഇനി ഇതൊന്ന് ചൂടായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാവേ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിനകത്തോട്ട് നമുക്ക് കൊച്ചുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും കൂടെ വഴറ്റാം. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഉള്ളിയൊക്കെ ഇടാവേ. ബാക്കിയും കൂടി ഉള്ളി ഇട്ട് കൊടുക്കട്ടെ. കുറച്ച് ഉള്ളി മാറ്റി വെച്ചിട്ടുണ്ട് കടുക് പൊട്ടിക്കാനേ. അപ്പം നമുക്കിതൊന്ന് വരട്ടി കൊടുക്കാം, ഇളക്കി കൊടുക്കാം. അതൊന്ന് വാടി വരട്ടെ. അതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. കണ്ടോ, നമ്മുടെ ഉള്ളി ഏകദേശം ഒന്ന് വഴന്നു. നമുക്കിതിനകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കാവേ. ബാക്കി എല്ലാം ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. എല്ലാം ഇട്ട് കൊടുത്തു. ആക്ച്വലി എനിക്ക് കൈ കൊണ്ടിടാൻ പേടിയായിരുന്നേ, മുളകുണ്ടായിരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ക്യാമറ ഓഫ് ചെയ്തിട്ട് തവി കൊണ്ട് നീക്കിയിട്ട് കൊടുത്തത്. നിങ്ങൾ ഇത് കണ്ടോ, ഇവിടെ ഇതിൻ്റെ ചൂട് അടിച്ചടിച്ചടിച്ച് അവിടുത്തെ ആ ഒരു ഷീറ്റുണ്ട്, ആ ഷീറ്റ് ഇതായതാണ്. ഞാൻ ഒന്നും ചെയ്തതല്ല കേട്ടോ, ചൂടടിച്ചായതാണ്. അതിനിപ്പോൾ എന്തോ ചെയ്യാൻ പറ്റുമൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതൊന്ന് വഴന്ന് വെക്കാം. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിടുവാണേ. ഇത്രയും പോരാ, പക്ഷെ ഈ ഉള്ളി വഴലാൻ വേണ്ടിയിട്ടുള്ള ഉപ്പേ ഉള്ളത്.
നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാവേ. ഞാൻ കുറച്ച് തക്കാളി ചിലപ്പോൾ ഇട്ട് കൊടുക്കുമായിരിക്കുന്നത്. ഞാൻ തക്കാളി തന്നെ എടുത്തു. തക്കാളിക്ക് ഇട്ടാൽ അതിന് ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ തക്കാളി വേണമെങ്കിൽ പുളി ഇല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി നാരങ്ങ നീരോടെ പിഴിഞ്ഞൊഴിക്കാം. ഇപ്പം ഞാൻ എന്തായാലും തക്കാളി അരിഞ്ഞു നീളത്തിൽ തന്നെ അരിഞ്ഞു അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി കൊച്ചുള്ളി വെച്ചിരിക്കുന്നത് കുറച്ച് നമുക്ക് കടുക് പൊട്ടിക്കണം. അപ്പോൾ ഇനി നമുക്ക് മസാലപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. നമുക്ക് 2 ഇത് എന്താ പറയുന്നത് ഏലക്ക ഇട്ട് കൊടുക്കാവേ. ഏലക്ക അതിൽ കിടന്ന് മൂത്തോളം ഒരു കുഴപ്പമില്ല. ഇനി നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റാം. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഇച്ചിരി ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ചുകൂടെ കഴിയട്ടെ. ഇതൊന്ന് വാടിയിട്ടിട്ട് കൊടുക്കാം. ഗരം മസാലപ്പൊടി വേണ്ടവർക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പം പെരുംജീരകപ്പൊടി ഏലക്കയൊക്കെ ഇട്ടുകൊണ്ട് അത് ഇടുന്നില്ല. പച്ചമണം മാറുന്ന വരെ ഒന്ന് മൂത്തിട്ട് നമുക്ക് തക്കാളി ചേർക്കാവേ. ഒരു ചെറിയ കഷ്ണം 2 കഷ്ണം പട്ടയും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്കിപ്പോൾ തക്കാളി ഇട്ട് കൊടുക്കാവേ. നമുക്ക് ഒന്ന് ഇളക്കാം. എന്നിട്ടൊന്ന് അടച്ച് വെക്കാവേ. അടച്ച് വെക്കാം. നമുക്ക് ഈ അടപ്പൊന്ന് തുറന്ന് നോക്കാവേ. നമുക്കിതിലേക്ക് ഇനിയും എന്ത് ചേർക്കാം? നമ്മുടെ പ്രോൺസ് ചേർക്കാം. ഞാൻ തലയോടുകൂടിയാണ് എടുത്തേക്കുന്നത്. തലയുടെ എന്താ പറയുന്നത് കൊമ്പോ അതിൻ്റെ അതൊന്നും എടുത്തില്ല, തോടൊന്നും എടുത്തില്ല. അത് കളഞ്ഞിട്ട് സോഫ്റ്റായിട്ടുള്ളതാണ്. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണേ. നന്നായി ഇളക്കി ഇനി നമുക്ക് അടച്ച് വെക്കാം. എന്നിട്ട് ഇതിനകത്തിലെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ ഇറങ്ങും. അപ്പം നമുക്ക് ആ വെള്ളത്തിൽ കിടന്ന് വേണം ഈ പ്രോൺസ് ഒന്ന് സോഫ്റ്റ് ആവാൻ. പ്രോൺസ് ഒത്തിരി ഇട്ട് വേവിക്കുകയേ ചെയ്യില്ലേ. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഇപ്പോൾ അത് വെന്തു. നമുക്കിനി തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാവേ. ആഹാ, കഴിഞ്ഞോ? നമുക്കിനിയും കടുക് പൊട്ടിക്കാം. അതിനൊരു പാത്രം വെക്കട്ടെ ഞാനേ. കണ്ടോ, ഇത്രയേ ഉള്ളൂ, സംഭവം കഴിഞ്ഞു.
നമ്മളെ കുറച്ച് നാരങ്ങാനീര് ഒഴിക്കാമെന്ന് പറഞ്ഞില്ലായിരുന്നു. കുറച്ച് നാരങ്ങാനീര് ഒഴിക്കാം. ഓക്കെ, നമുക്ക് ആ ചട്ടിയുടെ ചൂട് കൊണ്ടാണ് ആ തിള ഇങ്ങനെ നിൽക്കുന്നത്. കണ്ടോ, ഞാനൊരു പാത്രം വെച്ച് കൊടുത്തു. നോക്കി വെച്ചിട്ട് എണ്ണ ഒഴിക്കാം. കുറച്ച് മതി എണ്ണ. നമുക്ക് ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാവേ. ഇതിലേക്ക് നമുക്ക് വെച്ചുള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി വേണ്ട മൂത്ത് വരുന്നു. നമുക്കതിലേക്ക് ഇച്ചിരി ശകലം മുളക് പൊടി ഇട്ട് കൊടുക്കാവേ. മതി. ഒന്നുകൂടെ മൂത്തിട്ട് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ആക്ച്വലി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം. എൻ്റെ കയ്യിൽ കറിവേപ്പില തീർന്നു പോയി. അപ്പം വേണ്ട, നമ്മുടെ ഉള്ളിയൊക്കെ നല്ലതായിട്ട് മൂത്തു. നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണേ. ഞാനേ അന്നേരം വാങ്ങിക്കഴിഞ്ഞിട്ട് നമ്മളിത് ഒഴിച്ചു കൊടുത്തില്ലേ, തേങ്ങാപ്പാൽ എന്ന് പറഞ്ഞാൽ മിൽക്ക് പൗഡർ ഞാൻ ചൂടുവെള്ളത്തിൽ കലക്കിയാണ്. ഒറിജിനൽ എടുക്കാവുന്നവർക്ക് ഒറിജിനൽ എടുക്കാം കേട്ടോ. എന്നിട്ട് അപ്പം എനിക്ക് തോന്നി കുറച്ച് ഗ്രേവി കുറവാണ്. അപ്പം ഞാൻ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഈ സമയം നമ്മൾ ആവശ്യത്തിന് ഉപ്പ് നോക്കണേ. എന്നിട്ട് ഇതെല്ലാം ഇട്ട് കൊടുക്കണം. ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഞാൻ ആക്ച്വലി ഉണ്ടല്ലോ കുറച്ച് കുരുമുളക് പൊടി ഇടയ്ക്ക് ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ. അത് മറന്നുപോലെ. കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ഒന്നുകൂടെ ടേസ്റ്റാണേ. നമ്മുടെ കറി റെഡിയാണേ. ഇനി ചപ്പാത്തി ഉണ്ടാക്കുക, ഇതങ്ങോട്ട് കഴിക്കുക. അങ്ങനെ പ്രോൺസ് സ്റ്റൂ റെഡിയായി. സാധാരണ നിങ്ങൾ വിചാരിക്കും സ്റ്റൂ ഒരു മഞ്ഞ കളർ വെള്ള കളറാണ് ഇടുന്നത്. പക്ഷെ ഇത് ഫിഷ് ഐറ്റം ആയതുകൊണ്ടും എനിക്ക് വെളുത്തിരിക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ഇച്ചിരി ലൈറ്റ് ചുമന്ന കളറാകുമ്പോൾ നമുക്ക് കഴിക്കാനും ഒരു തൃപ്തി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി മുളക് പൊടി ചേർത്തത്. നോർമലി നമ്മൾ സ്റ്റൂവിനകത്ത് മുളക് പൊടി ചേർക്കാറില്ല. അപ്പം ഞാൻ കുറച്ച് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നേരത്തെ എല്ലാം എഴുതി വെക്കുവേ. അങ്ങനെ ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഇങ്ങനെയൊക്കെ ഉള്ളൂ, കഴിഞ്ഞു. കാരണം ഒരു ചെറിയ വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ച് ചെയ്തു എന്ന് മാത്രം. നിങ്ങളെ ആ ഫുഡൊക്കെ, ആ ശരവണ ഭവനിലെ ഫുഡ് ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ട്, എനിക്കറിയാം. പിന്നെ മോള് വന്നപ്പോൾ മോൾക്കൊരു പ്രോൺസ് കറി ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ അത് ഇത് പ്രോൺസ് കറി മാത്രമായിട്ട് എനിക്കൊരു വീഡിയോ എടുത്തിടാൻ പറ്റത്തില്ല. കാരണം അത് അത്ര വലിയ ഇതൊന്നും അല്ലല്ലോ. അതുകൊണ്ട് മാത്രം ഞാൻ മീൻസ് അതിൻ്റെ കൂടെ എന്തെങ്കിലും കൂടെ ഒന്ന് ആഡ് ചെയ്യണമല്ലോ. നിങ്ങൾ കഷ്ടപ്പെട്ട് ഇത്രയും സമയം എടുത്ത് വീഡിയോ കാണുമ്പം നിങ്ങൾക്ക് കാണാൻ എന്തെങ്കിലും ഉണ്ടാവണമല്ലോ എന്ന് വെച്ച് ഇട്ടതാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു വെരി മച്ച്. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ. താങ്ക് യു. അടച്ചു വെച്ചു, വേവിച്ചു, തിരിച്ചിട്ടു, മറിച്ചിട്ടു, ചിക്കൻ ഫ്രൈ ആക്കി എടുത്തു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് കാണാം. അടുത്ത വീഡിയോയിലൂടെ കാണാം. ടാറ്റ, ബൈ ബൈ. താങ്ക് യു.